നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ പകരച്ചുങ്കം ഇന്നു മുതൽ നിലവിൽ വന്നു. ഇന്ത്യ അടക്കം 86 രാജ്യങ്ങൾക്കാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരത്തീരുവ ഇന്നു മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. US വ്യാപാര നിയമവകുപ്പ് 301 പ്രകാരമുള്ള നടപടി ഇന്ത്യൻ സമയം 9:30 പ്രാബല്യത്തിൽ വരുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് മേൽ പുതിയ നിയമപ്രകാരം 14% പകരത്തീരുവയാണ് ട്രംപ് സർക്കാർ ചുമത്തിയിരിക്കുന്നത്. ചൈന ചുമത്തിയത് 34% അധിക തീരുവയാണ്. ഇത് പിൻവലിക്കാത്ത പശ്ചാത്തലത്തിലാണ് തീരുവ 100%-ലധികം US ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് തീരുവ കുറയ്ക്കാൻ തിങ്കളാഴ്ച വരെ സമയം നൽകിയിരുന്നു. എന്നാൽ ചൈന അതിന് തയ്യാറായിരുന്നില്ല. അതിനാലാണ് ഇപ്പോൾ 100%-ലധികം തീരുവ ചുമത്തിയിരിക്കുന്നത്. 77 രാജ്യങ്ങളാണ് അധിക തീരുവ സംബന്ധിച്ച് ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിനെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യം ചർച്ച നടത്തുക ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുമായി ആയിരിക്കുമെന്നാണ് US അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആഗോള വിപണിയിൽ ഈ തീരുവ സംബന്ധിച്ച് തിരിച്ചടി തുടരുകയാണ്. ചൊവ്വാഴ്ചയും അമേരിക്കയുടെ ഓഹരി വിപണി കുത്തനെ ഇടിയുന്ന കാഴ്ചയും കണ്ടിരുന്നു. ജോൺസ് സൂചിക 320 പോയിന്റ് കുറവിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് സൂചിക 335 പോയിന്റ് ഇടിവിൽ ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ S&P 500 സൂചിക 80 പോയിന്റാണ് ചൊവ്വാഴ്ച മാത്രം ഇടിഞ്ഞത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക തിരിച്ചടി പ്രഖ്യാപിച്ചത്. വിമോചന ദിനം എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസമായിരുന്നു തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചത്. വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി ചുമത്തിയിരുന്നു. US വ്യവസായ ശക്തിയുടെ പുനർജന്മമാകും പുതിയ തീരുവ പ്രഖ്യാപനമെന്നും US ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വിദേശികൾ നമ്മുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു, ജോലി അവസരങ്ങൾ തട്ടിയെടുത്തു, ഇനി അത് അനുവദിച്ചു കൊടുക്കില്ല. നമ്മളോട് ചെയ്യുന്നത് പോലെ തിരിച്ചും ചെയ്യും. തിരിച്ചടി തീരുവ ആ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തും. US-നെ മഹത്തരമാക്കും. ജോലി അവസരങ്ങൾ തിരിച്ചുവരും. വിദേശ വ്യാപാര പ്രതിബന്ധങ്ങൾ മറികടക്കും. US-ന്റെ സുവർണ്ണ നാളുകൾ തിരിച്ചുവരുമെന്നാണ് ട്രംപ് അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്.